ദില്ലിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് നടത്തിയ SFI മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. UGC നിയമങ്ങൾ പരിഷ്കരിക്കുക, ക്യാമ്പസുകളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കുക എന്നീ വിഷയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു SFI കേന്ദ്ര കമ്മിറ്റിയുടെ മാർച്ച്. YS അഭിനന്ദന്റെ വിശദാംശങ്ങൾ നൽകാൻ അഭിനന്ദ്, ഈ വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ അവിടെ पता है क्यों ले जा रहे हो? पता है क्यों ले जा रहे हो? पता है क्यों ले जा रहे हो? नाखून मार, शर्म आती है, क्यों ले जा रहे हो? बच्चे नहीं है तुम्हारे, पढ़ाई नहीं करते, क्यों ले जा रहे हो? आपको शर्म आती है? क्यों ले जा रहे हैं? क्यों ले जा रहे हैं? क्यों ले जा रहे हैं? आप हाथ नहीं लगाए मुझे, हाथ नहीं लगाए मुझे, मैं नहीं लगाता, क्यों ले जा रहे हो? चलिए अंदर, चलिए अंदर, चलिए आप जवाब दीजिए ना, क्यों ले जा रहे हैं? अंदर चलिए, अंदर जवाब दीजिए ना, मुझे क्यों लेके आप सड़क में से you are abducting students, you fucking kidnappers, you are kidnappers. तुम सड़क में से स्टूडेंट्स को उठा रहे हो, सड़क पे आराम से चलते हुए स्टूडेंट्स को दिन दिहाड़े देश की राजनीति में दिन दिहाड़े सड़क के बीच से निहत्थे स्टूडेंट्स को उठाया जा रहा है। ना हम नारे लगा रहे थे, ना हम किसी तरह का प्रदर्शन कर रहे थे, हम सड़क पे चल रहे थे। इस देश में अगर आप छात्र हैं तो सड़क पे चलने तक की आजादी नहीं है आपको। You can see the sort of treatment that is being given to students. गेट बंद करो, गेट बंद करो, गेट बंद करो मैडम, आ जाओ, आ जाओ, जाओ पे अंदर ही हो ना, उतरने दो इसको, जाओ 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 अबे अंदर ही हो, अंदर से कमरे के ऊपर चलो पे YS അഭിനന്ദന്റെ വിശദാംശങ്ങൾ നൽകാൻ. YS അഭിനന്ദ്, ദില്ലിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് നടത്തിയ മാർച്ചാണ്, SFIയുടെ മാർച്ചാണ്. ഇതിൽ ബലം പ്രയോഗിച്ച് പ്രതിഷേധിച്ചവരെ കൊണ്ടുപോകുന്നതും കണ്ടു. എപ്പോൾ ആരംഭിച്ചതായിരുന്നു പ്രതിഷേധം? എന്തൊക്കെയായിരുന്നു ഇവരുടെ ആവശ്യം? രോഗികളുടെ മരണമടക്കം ചൂണ്ടിക്കാട്ടി ക്യാമ്പസുകളിലെ ജാതി അധിക്ഷേപം എത്രയും വേഗം നിർത്തലാക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണം, UGC നിയമങ്ങൾ പരിഷ്കരിച്ചതിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് SFI കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് മാർച്ച് നടത്തിയത്. ആ മാർച്ചാണ് ഇപ്പോൾ അക്രമാസക്തമായിരിക്കുന്നത്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമായി ഓരോരുത്തരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്ന് നേരത്തെ ദില്ലി പോലീസ് ഇവർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ നിർദ്ദേശമൊക്കെ ലംഘിച്ചായിരുന്നു ഇവർ പ്രതിഷേധത്തിനായി ഇവിടെ എത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ അടക്കം ഇവരെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്നാണ് ആദ്യം പ്രതിഷേധം ആരംഭിച്ചത്. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ ഓരോ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ്. ഇവിടെ ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന് അതിന് പോലീസിന്റെ നരനായിട്ടാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനം നടക്കുന്നത്. അവർക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. പ്രതിഷേധത്തെ പോലും അട്ടിമറിച്ചുകൊണ്ട് ഈ ജനാധിപത്യ അവകാശങ്ങൾ ലംഘിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട ഒരു ആ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം. ഇപ്പോൾ പോലീസ് മാധ്യമപ്രവർത്തകർ പോലും വാക്കേറ്റമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് വളരെ അസഭ്യമായ രീതിയിൽ അസഭ്യ വർഷമാണ് ഇപ്പോൾ ഇവിടെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ഇന്ന് പിരിഞ്ഞു പോകണമെന്നുള്ള ആവശ്യത്തിനാണ് ഇപ്പോൾ ഡൽഹി പോലീസ് ഉള്ളത്. എന്തായാലും അക്രമാസക്തമായ പ്രതിഷേധം നിലവിലുള്ള സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ശ്രുതി, ഓക്കെ, ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്, SFIയുടെ പ്രതിഷേധമാണ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലേക്ക് നടത്തിയ പ്രതിഷേധം, UGC നിയമങ്ങൾ പരിഷ്കരിക്കുക, ക്യാമ്പസുകളിലെ ജാതി വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു SFI നടത്തിയത്. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്. चलिए मत क्या क्यों कर रहे हो?